Hello, Assalamu alaikum. Once again, welcome back to hasna's henna hut. അപ്പോൾ നമ്മൾ 4-5 ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. അപ്പോൾ പഴയ തുണിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം എടുത്തു വെച്ചോളൂ. അപ്പോൾ ഒട്ടും തന്നെ ബോറടിപ്പിക്കാതെ നമുക്ക് വേഗം വീഡിയോയിലോട്ടേക്ക് പോവാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതുപോലത്തെ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സാണ്. ടിഷ്യൂ പേപ്പർ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ ഇല്ലാതെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എന്തായാലും ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ അപ്പർ പോർഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു പീസാക്കിയിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് സ്ക്വയർ പീസാക്കിയിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കുപ്പിയുടെ മേൽഭാഗം നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മിക്സ്ചർ ഇതിൻ്റെ മേലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ഈ ഒരു പകുതി വരെ, ഈ ബോട്ടിലിൻ്റെ പകുതി വരെ നമുക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഫെവിക്കോൾ ഉണ്ടാക്കിയേക്കുന്നത് 2 സ്പൂണ് ഫെവിക്കോളും 2 സ്പൂണ് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയും പോർഷൻ വരെയാണ് നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഒട്ടിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ആ ഒരു മേൽഭാഗവും നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളിവിടെ ഇത് ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ഉണങ്ങുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ തുണി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് എൻ്റെ പഴയൊരു ഷോളാണ്. അപ്പോൾ അതിലെ കുറച്ച് ഡിസൈൻസ് നമ്മൾ കട്ട് ചെയ്ത് വെക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു പോളിസ്റ്റർ ടൈപ്പ് ഒരു തുണിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഷിഫോണോ കോട്ടണോ ഏത് തുണിയായാലും അതിലെ ഡിസൈൻസ് നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ആ ഡിസൈൻസ് മാത്രം കിട്ടുന്ന രീതിയിൽ വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ കുറച്ച് ഡിസൈൻസ് അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയലിൽ എന്തൊക്കെ ഡിസൈൻസ് ആണോ ഉള്ളത് അത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഫ്ലവേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മേലെ തന്നെ ഇതുപോലത്തെ കുറച്ച് പൂമ്പാറ്റകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബോട്ടിൽ ചെയ്യാനുള്ള പെയിൻറ്റിംഗ് ആണ് എടുത്തത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന കളർ എന്ന് പറയുന്നത് റെഡും ബ്ലാക്കും പിന്നെ വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ടിഷ്യൂ പേപ്പർ ഇവിടെ ഇതുപോലെ നമ്മൾ സ്റ്റിക്ക് ചെയ്തതിന് പകരം ജസ്റ്റ് പെയിൻറ്റ് മാത്രം അപ്ലൈ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ചെയ്യുന്നത് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഹാഫ് പോർഷൻ വരെ ഈ ഒരു പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ റിമൈനിങ് പോർഷനിൽ ചെയ്യേണ്ട പെയിൻറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഫെയിൻറ്റ് ടിൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ക്രീം കളർ പോലത്തെ ഒരു കളറാണ്. അത് നമുക്ക് സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ മേലെ ചെയ്തിട്ടുള്ള ആ ഒരു പെയിൻറ്റ് ഡ്രൈ ആകുന്നതിന് മുമ്പ് വേണം ഈ ക്രീം കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് ഇതുപോലത്തെ ഒരു ലൈറ്റ് പേർപ്പിൾ കളർ നമുക്ക് കിട്ടും. ഞാനിവിടെ ഒരു കോട്ട് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ പെയിൻറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കോട്ട് അപ്ലൈ ചെയ്യാം. കാരണം നമ്മൾ ഇതിൻ്റെ മേലെ നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫാബ്രിക് ഇതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ബേസ് പെയിൻറ്റ് അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ തുണി ഇതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫെവിക്കോളും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മേലെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഏത് ഡിസൈനാണോ അത് ഇതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ തുണിൻ്റെ മേലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള തുണിയിൽ ചെറിയൊരു ക്രീം ടച്ച് ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ ബേസ് പെയിൻ്റായിട്ട് ക്രീം കളർ കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ബേസ് പെയിൻറ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഡിസൈനും കൂടി മാച്ച് ആയിട്ടുള്ളൊരു കളർ വേണം ബേസ് പെയിൻ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഡിസൈൻ്റെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡിസൈൻസ് എവിടെയൊക്കെയാണോ പ്ലേസ് ചെയ്യേണ്ടത് നിങ്ങളൊരു ഐഡിയക്ക് വെച്ചിട്ട് ചെയ്യാം.
ഈ ബോട്ടിലിൻ്റെ മേലെ ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഫെയിൻ ടിൻ്റ് എന്ന് പറയുന്ന ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് ചെറിയൊരു ഗ്ലൈസിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കോട്ട് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ് വാർണിഷ്. ജസ്റ്റ് ഒരു ഗ്ലൈസിങ് ഇട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആവട്ടെ. ഓവർനൈറ്റ് ഡ്രൈ ആയാൽ അത്രയും നല്ലത്. കാരണം നമ്മുടെ ഈ ഫെവിക്കോളൊക്കെ ഒന്ന് ഈ ഒരു തുണിൻ്റെ മേലെ ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിസൈൻസൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണും. ഇപ്പോൾ ഒരു ഫെവിക്കോളിൻ്റെ ഒരു വൈറ്റിഷ് കളറൊക്കെ അതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ അതൊക്കെ മാറിയിട്ട് ഡിസൈൻസൊക്കെ നല്ല വിസിബിളായിട്ട് നമുക്കുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ടിൽ ആർട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിട്ട് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. നിങ്ങളുടെ സജഷൻസും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എന്ന് പറയുന്നത് പോലെ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.